PV അൻവറിന്റെ നേതൃത്വത്തിൽ അനധികൃത ഇടപാടുകൾ നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അൻവറിന്റെ ബിനാമി ഉടമസ്ഥതയെ സംബന്ധിച്ചും വായ്പയെടുത്ത തുക വകമാറ്റി ചെലവഴിച്ചതിനും പ്രാഥമിക തെളിവുകൾ കിട്ടി. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായും ഇഡിയുടെ വാർത്താക്കുറിപ്പ്. ഇന്നലെ PV അൻവറിന്റെ ഒതായിലെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടത്തിയ 15 മണിക്കൂർ നീണ്ട പരിശോധനയുടെ വിവരങ്ങളാണ് ഇഡി പുറത്തുവിട്ടത്. 2016-ൽ 14.38 കോടിയായിരുന്ന അൻവറിന്റെ ആസ്തി 2021-ൽ 64.14 കോടിയായി വർദ്ധിച്ചു. ആസ്തി വർധനവ് എങ്ങനെയെന്നതിന് PV അൻവറിന് വിശദീകരണമില്ല. ബിനാമികളുടേതെന്ന് സംശയിക്കുന്ന 15 ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്തി. KFCയിൽ നിന്ന് വായ്പയെടുത്ത 12.11 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. അൻവറിന്റെ ഡ്രൈവർ സിയാദ് അമ്പായത്തിങ്കലിന് മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ ലഭിച്ച വായ്പയും അൻവറിന്റെ PVR മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്കാണ് ഉപയോഗിച്ചത്. ഒരേ ഈടിൽ വ്യത്യസ്ത വായ്പകൾ നൽകിയതിൽ KFC ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റി. പല നിർമ്മാണങ്ങൾക്കും അനുമതിയില്ല. പരിശോധനയ്ക്കിടെ വിൽപ്പന കരാറുകൾ, സാമ്പത്തിക രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ഇഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടല്ല ഇഡി പരിശോധനയെന്നും KFC വായ്പയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയതെന്നുമാണ് PV അൻവറിന്റെ വിശദീകരണം. യഥാർത്ഥത്തിൽ ഇത് KFCയുമായി ബന്ധപ്പെട്ട് 2015-ൽ ഞാൻ MLA ആകുന്നതിന് മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ള ഒരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാകും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവുന്നത്. കേസിൽ PV അൻവറിനെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുമെന്നും രേഖകളുമായി ഹാജരാകണമെന്നും അന്വേഷണ സംഘം അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.